പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവ് മെയ് 7-ന് ആരംഭിക്കും. മംഗോളിയ മുതൽ ഓസ്ട്രേലിയ വരെ ലോകമെമ്പാടുമുള്ള കർദിനാൾമാർ റോമിലേക്കെത്തുമ്പോൾ കർദിനാൾ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. കോൺക്ലേവിൽ വോട്ടവകാശമുള്ള 135 കർദിനാൾമാരിൽ 15 പേർ 60 വയസ്സിന് താഴെയുള്ളവരാണ്. മുൻ കോൺക്ലേവുകളിലും പ്രായം കുറഞ്ഞ കർദിനാൾമാർ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രായം കുറഞ്ഞവരിൽ ഒരാളായിരുന്നു കർദിനാൾ അൽഫോൻസോ ഗസുവൽഡോ ഡിക്കോൺസ. 1565-66 കോൺക്ലേവിൽ 25 വയസ്സുള്ളപ്പോഴായിരുന്നു അദ്ദേഹം പങ്കെടുത്തത്. 2013 കോൺക്ലേവിൽ സിറോ-മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ ഇലക്ടർ. അന്ന് 53 വയസ്സായിരുന്നു ബാവായുടെ പ്രായം. വരാനിരിക്കുന്ന കോൺക്ലേവിൽ ഇതേ പ്രായമോ അതിൽ കുറവോ ഉള്ള 6 കർദിനാൾമാരുണ്ട്. കർദിനാൾ മൈക്കോള ബൈച്ചോക്ക് 45 വയസ്സാണ് പ്രായം. 1980 ഫെബ്രുവരി 13-ന് ഉക്രൈനിലെ ടെർനോപ്പിലിൽ ജനിച്ച ബൈച്ചോക്ക് തൻ്റെ 15-ാം വയസ്സിൽ സെമിനാരിയിൽ പ്രവേശിച്ചു. റഷ്യയിൽ ഒരു മിഷണറി, ഉക്രൈനിലെ ഇടവക വികാരി, പ്രവിശ്യ ട്രഷറർ, ന്യൂജേഴ്സിയിലെ ന്യൂവാർക്കിലുള്ള സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഉക്രൈനിയൻ കത്തോലിക്ക ഇടവകയുടെ വികാരി എന്നീ നിലകളിൽ അദ്ദേഹം സേവനം ചെയ്തു. 2020 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള ഉക്രൈനിയൻ കത്തോലിക്ക രൂപതയുടെ ബിഷപ്പായി നിയമിച്ചു. 2024 ഡിസംബർ 7-നാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തിയത്. അതുവഴി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു. 1974 ജൂൺ 7-ന് ഇറ്റലിയിലെ കുനിയോയിൽ ജനിച്ച കർദിനാൾ ജോർജിയോ മാരങ്കോയാണ് ലിസ്റ്റിൽ 2-ാമൻ. പ്രായം 50. 2003 മുതൽ മംഗോളിയയിൽ കൺസോളാറ്റ മിഷണറിയായി സേവനം ചെയ്തു വരികയാണ് അദ്ദേഹം. 2001 പുരോഹിതനായി അഭിഷിക്തനായ അദ്ദേഹം 2020 ഉലാൻ ബാത്തറിൻ്റെ അപ്പസ്തോലിക് പ്രീഫെക്റ്റായി നിയമിതനായി. 2022 ഓഗസ്റ്റ് 27-ന് അദ്ദേഹത്തെ 48-ാം വയസ്സിലാണ് ഫ്രാൻസിസ് പാപ്പ കർദിനാളായി ഉയർത്തിയത്. 1973 ഡിസംബർ 12-ന് ജനിച്ച കർദിനാൾ അമെരിക്കോ മാനുവൽ അഗ്യുവർ അൽവയാണ് ലിസ്റ്റിലെ 3-ാമൻ. പ്രായം 51. 2001 27 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി. പിന്നീട് പോർട്ടോ രൂപതയുടെ വികാരി ജനറലായും കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായും സേവനം ചെയ്തു. 2019 അദ്ദേഹം ലിസ്ബണിലെ സഹായ ബിഷപ്പായി. 2023 1.5 ദശലക്ഷത്തിലധികം പേർ പങ്കെടുത്ത ലിസ്ബണിലെ ലോക യുവജന ദിനം സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കർദിനാൾ മാനുവലായിരുന്നു. 2023 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തിയത്. 1973 ഓഗസ്റ്റ് 11-ന് കേരളത്തിൽ ജനിച്ച കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടാണ് ലിസ്റ്റിലെ 4-ാമൻ. പ്രായം 51. അൾജീരിയ, ദക്ഷിണ കൊറിയ, ഇറാൻ, കോസ്റ്ററിക്ക, വെനിസ്വല എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നു കർദിനാൾ മാർ ജേക്കബ് കൂവക്കാട്. 2021-നും 2024-നും ഇടയിൽ ഫ്രാൻസിസ് പാപ്പായുടെ അന്താരാഷ്ട്ര യാത്രകൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനായിരുന്നു. 2024 ഡിസംബർ 7-നായിരുന്നു ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാളായി നിയമിക്കുന്നത്. 2025-ൻ്റെ തുടക്കത്തിൽ മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായും പാപ്പ മാർ ജേക്കബ് കൂവക്കാട്ടിനെ നിയമിക്കുകയും ചെയ്തു. 1971 ജൂൺ 30-ന് ജനിച്ച കർദിനാൾ ഫ്രാൻസിസ് ഫ്രാങ്ക് ലിയോയാണ് ലിസ്റ്റിലെ 5-ാമൻ. പ്രായം 53. 1996 മോൺട്രിയൽ അതിരൂപതയിലെ പുരോഹിതനായി അഭിഷിക്തനായ അദ്ദേഹം ഡേറ്റൺ സർവകലാശാലയിൽ നിന്ന് മരിയോളജിയിൽ സ്പെഷ്യലൈസേഷനോടെ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. 2015 മുതൽ 2021 വരെ കനേഡിയൻ കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പുമാരുടെ സെക്രട്ടറി ജനറലായി സേവനം ചെയ്ത അദ്ദേഹം 2023 ഏകദേശം 2 ദശലക്ഷം കത്തോലിക്കർ താമസിക്കുന്ന ഒരു അതിരൂപതയായ ടൊറൻറ്റോ ആർച്ച് ബിഷപ്പായി നിയമിതനായി. 2024 ഡിസംബറിലാണ് പാപ്പ
ഫ്രാൻസിസ് ഫ്രാങ്കിനെ കർദിനാളായി നിയമിക്കുന്നത്.